പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിധിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മേൽ ഇരുട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രൈസലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രൈസലോ, ഇവരെയും ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച് പാഴും ശൂന്യമായിരുന്ന ഭൂമിക്ക് ആമയും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. വലിയ ആഴങ്ങളാൽ നിറയപ്പെട്ട പോലെ ആഴങ്ങളാൽ നിറയപ്പെട്ട് കിടക്കുന്ന ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ ആഴങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ ആഗ്രഹിക്കുക. പ്രൈസ് ലോർഡ്. പണ്ട് വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ആത്മാവാണ്. ഇന്ന് വെള്ളത്തിന്മേലല്ല ആത്മാവ് പരിവർത്തിക്കുന്നത്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിലാണ്. പ്രൈസ് ലോർഡ്. ചിലര് യഹോവയായ ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവരാണ്. ചിലർ പുത്രനായിരിക്കുന്ന യേശുവിനെ മാത്രം വിശ്വസിക്കുന്നു. ചില ആളുകൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിശ്വസിക്കുന്നു. ഇത് യാഥാർത്ഥ്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലരും പല ഉപദേശങ്ങൾ കൊണ്ട് നിറയുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ, വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ദൈവമക്കൾ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അംഗീകരിക്കുന്നു. വേർപെട്ട കൂട്ടം എന്ന് പറയുന്നത് അതാണ്. വേർപെട്ട കൂട്ടം എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അവരിൽ ചിലര് ദൈവത്തെ വിശ്വസിക്കും, ചിലർ പുത്രനെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് പുതിയ നിയമ സഭയായിട്ട് തന്നെ ബന്ധമില്ല. ഇനി ഉണ്ടെന്ന് നിങ്ങൾ പ്രസ്താവിക്കാൻ ശ്രമിച്ചാലും ബൈബിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരുത്തർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല താനും. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്. പക്ഷെ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് വരണമെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. വീണ്ടെടുക്കപ്പെട്ടവരിൽ മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ മനുഷ്യാത്മാവിൽ ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ നിത്യതയുടെ തുറമുഖത്ത് നിങ്ങൾ എത്തണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങൾ അവകാശികളായി മാറണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനോട് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിടുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ മുദ്രയിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ദൈവാത്മാവിൽ നിറയപ്പെട്ട മനുഷ്യനായി മാറുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിനെ ഇന്ന് ദൈവം സകല ജനങ്ങളിന്മേലും സകല കുടുംബത്തിന്മേലും പകരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1:8 തന്നെ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം, യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം അപ്പം നിങ്ങൾ എൻ്റെ സാക്ഷികളായി. അപ്പം പരിശുദ്ധാത്മാവ് വന്ന് യഥാർത്ഥ ആത്മാവിൽ നിറയപ്പെട്ട് നിൽക്കുന്നവർക്കാണ് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കാൻ കഴിയുന്നത്. എന്നാൽ ലോകപ്രകാരം നോക്കുമ്പോൾ ഇന്ന് എല്ലാവരും ആ അനുഭവത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലരും അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തകം എന്താണ്? അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം, കർത്താവായ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പം പുത്രനായ യേശുവിന്റെ കാലം. എന്നാൽ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഹല്ലേലൂയ 40 സ്വർഗാരോഹണം ചെയ്ത് 50-ാം ദിവസം ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഇത് കൃപായുഗമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അതേ ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്
ആമേൻ പെന്തക്കോസ്ത് നാളിൽ ആ സഭയുടെ മേൽ കൂടിയിരുന്ന 120 മേൽ പരിവർത്തിക്കുവാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ആ 120 പേര് ആത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോഴാണ് ഹല്ലേലൂയ യെരൂശലേം ദൈവാലയത്തിൽ ഉത്സവത്തിന് വന്നിരുന്ന അഥവാ പെരുന്നാളിന് വന്നിരുന്ന 3000-ഓളം ജനം ദൈവവചനം കേട്ട് വിശ്വസിച്ച് അവരുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യം വന്നവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ പത്രോസ് ആദിയായി ദൈവാത്മാവിൽ നിറയപ്പെട്ടു നിന്ന് സംസാരിക്കുന്നവരുടെ ഒരിക്കലും ഓടി വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. പ്രൈസ് ലോർഡ്. അപ്പം നാം ചിന്തിച്ചു നോക്കണം, ആത്മാവും നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കൊരു പുതിയ തുടക്കം. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഒരു പുതിയ അനുഭവമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറും. അപ്പം ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ 2:5-17 അല്ലയ്യ നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ്, ആത്മാവിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ തന്നെ ആ പുതിയ സൃഷ്ടിയായി മാറുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓരോ ദിവസവും പണിതെടുത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ലോർഡ്. ഇപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും, നിങ്ങളുടെ ജീവിതമാകുന്ന, നിങ്ങളുടെ ശരീരമാകുന്ന ആലയത്തിൽ, നിങ്ങളാകുന്ന മന്ദിരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു എന്നാണ്. പുതിയ നിയമസഭയിലേക്ക് വന്നപ്പോൾ ദൈവം തന്റെ മന്ദിരമായി നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ മേൽ പരിവർത്തിക്കണം. പ്രൈസ് ലോർഡ്. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ലോർഡ്. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോക അശുദ്ധിയിലേക്ക് നമ്മൾ പോകത്തില്ല. അശുദ്ധമായിടത്ത് പോകത്തില്ല. അശുദ്ധമായതിൽ നമ്മെ തൊടത്തില്ല. അശുദ്ധമായത് കാണുകയില്ല. അശുദ്ധമായത് കേൾക്കുകയില്ല. അശുദ്ധമായത് പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ പേരുണ്ടെങ്കിൽ. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. പ്രൈസ് ലോർഡ്. അത് സത്യത്തിന്റെ ആത്മാവാണ്. നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തുന്നതാണ്. ഹല്ലേലൂയ. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണമെന്നാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവാത്മാവ് കൊണ്ട് പറയുന്നത്. നിങ്ങൾ ഒരുപാട് തെറ്റായ വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞാലും, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞാലും, വേദപുസ്തകത്തിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവത്വത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. നിഷേധിക്കുന്ന സഭകളുണ്ട്, നിഷേധിക്കുന്ന സമുദായങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ആമേൻ ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 28:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 18-19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പം കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ, നിയോഗം കൊടുക്കുമ്പോൾ തന്നെ മത്തായി 28 അല്ലെങ്കിൽ 18-19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നോ, അത് വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു പറയുന്നു. ഇതിനെയൊക്കെ നീക്കിക്കളഞ്ഞിട്ട് എന്തോ വ്യാജോപദേശം കൊണ്ടൊരുവൻ ചില വ്യാജ സിദ്ധികൾ അല്ലെങ്കിൽ സ്വന്തം ഹിതപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്വത്തെ നിഷേധിക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ കടന്നുപോകും. നമ്മൾ എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. ഈ കാലഘട്ടത്തിൽ ഈ ഭൂമി ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ മേൽ പകരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുമ്പോൾ എന്ത് ഇരുൾ നീങ്ങി വെളിച്ചം വരാൻ സാധ്യതയാകും. ഹല്ലേലൂയ. ഇരുൾ നീങ്ങണമെങ്കിൽ ആത്മാവിൽ നിറയപ്പെടണം. മനുഷ്യന്റെ ജീവിതം പാപമാകുന്ന ഇരുളിൽ കിടക്കുന്നതാണ്. പാപമാകുന്ന ഇരുളിൽ സകല ജനങ്ങളും കിടക്കുന്നുണ്ട്. അവൻ പാപത്തിന്റെ വശീകരണത്തിൽ വീണുപോയി. ആ പാപത്തിന്റെ വശീകരണത്തിൽ വീണുപോയ ജനത്തെ പാപത്തിൽ നിന്ന് വിടിവിച്ചവന്റെ ജീവിതത്തിന്റെ ഇരുള് മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവത്തിന്റെ ആലയമായി ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന്
നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ആലയമാകുന്ന ഈ മന്ദിരത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം നിറയപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിലുടനീളം നമുക്കൊരു മാറ്റം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്നും നിങ്ങളിൽ ചിലരും ഇരുളിൽ കിടക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ ആരെ പ്രാർത്ഥിക്കാൻ സമീപിച്ചാലും, ആര് നമ്മെ പ്രാർത്ഥിക്കാൻ സമീപിച്ചാലും അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് കഷ്ടതയാണെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞാൻ ഒരു ദിവസം എന്തുമാത്രം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസരം കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥന താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറയുന്നത് കൊണ്ട് പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഇരുളാണ് പറയുന്നത്, പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് പറയുന്നത്. അങ്ങനെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷയങ്ങളും, നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികളെല്ലാം ജീവിതത്തിൽ ഇരുളാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഇരുളിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കാം. ഈ വെളിച്ചമുണ്ടാകണമെങ്കിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പരിവർത്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ പ്രകാശിക്കുന്ന സൂര്യനും ചന്ദ്രനും തരുവാൻ കഴിയാത്ത വലിയൊരു ആത്മാവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ വരും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വൈദ്യുതി ബൾബുകൾക്കോ സൂര്യനോ ചന്ദ്രനോ നമ്മുടെ ആത്മാവിൽ പ്രകാശം തരാൻ കഴിയില്ല. ഭൂമിയിൽ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു വെളിച്ചത്തിനും നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഇരുള് കയറി, സങ്കടം കയറി, ദുഃഖം കയറി, കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏറെ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണ സമയത്ത്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ സമയത്ത് സൂര്യൻ തന്നെ മറച്ചിരുന്നു എന്ന് കാണാൻ കഴിയുന്നത്. മണിക്കൂറുകൾ ഭൂമി മുഴുവനും ഇരുട്ടും ഭയങ്കര ഇരുളായി മാറി. യേശുവിന്റെ മരണ സമയത്ത് സൂര്യന്റെ പ്രകാശം പോലെ നിന്ന് വലിയൊരു ഇരുട്ടും വ്യാപിച്ചു എന്നുള്ളതാണ്. അന്ധകാരവും വ്യാപിച്ചു. അല്ലയോ, ഭൂമി മുഴുവനും ഭയങ്കര ഇരുളും അന്ധകാരവും വ്യാപിച്ചു. ദൈവവചനങ്ങൾ നിറവേറുവാനായി ദൈവം അവയെ അങ്ങനെ അനുവദിച്ചു. അപ്പം ദൈവത്തിന്റെ വചനം നിറവേറണമെങ്കിലും അത് ദൈവം അനുവദിച്ചു കൊടുത്തു. ക്രൂശീകരണ സമയത്ത് ഇരുളും അന്ധകാരവും കൊണ്ട് ഭൂമിയിൽ നിറയപ്പെട്ടു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ മൂന്നാം ദിവസം പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ ദൈവശക്തി കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദന്മാരും പുരോഹിതന്മാരും റോമൻ സൈന്യവും എല്ലാം കൂടി ക്രൂശിച്ച് അവരെ കല്ലറയിൽ കൊണ്ടുവച്ചു. മൂന്നാം ദിവസം വെള്ളത്തിന്റെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് കല്ലറയ്ക്കുള്ളിലും പരിവർത്തിച്ചു. കല്ലറയ്ക്കുള്ളിലും പരിവർത്തിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ, ദൈവത്തിന് മരണമില്ല കേട്ടോ, സാക്ഷാൽ ദൈവമായിരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ കല്ലറയുടെ കല്ല് താനേ ഉരുണ്ട് കല്ലറയ്ക്കകത്ത് അടക്കിയിരുന്ന യേശു എന്ത് ചെയ്തു? കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായി ദൂത് പറയുക. യേശുവിനെ കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിയാതിരുന്നത് പോലെ മൂന്നാം ദിവസം പരിശുദ്ധാത്മാവ് കല്ലറയ്ക്കുള്ളിൽ വന്ന് യേശുവിന്റെ മേൽ പരിവർത്തിച്ചപ്പോൾ യേശു ക്രിസ്തു കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ ഞെരുക്കുന്ന, നിന്നെ തകർക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, നിന്നെ ഉടയ്ക്കുന്ന, നിന്റെ ജീവിതത്തെ നിർവീര്യമാക്കുന്ന, നിന്റെ നന്മകളിൽ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ചില അന്ധകാരത്തിന്റെ കല്ലറയ്ക്ക് സമാനമായി ഇരുളിന്റെ അനുഭവമായിരിക്കുന്ന ചില അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ, കല്ലറയിൽ എന്ന് പറയുമ്പോൾ ഇരുള, അല്ലേ? കല്ലറയ്ക്കകം ഇരുള, വെളിച്ചം പ്രകാശിക്കത്തില്ല. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കല്ലറകൾ കാണാറില്ലേ? കല്ലറകൾക്കകത്തൊരു ബോഡി കൊണ്ടുവച്ച് കല്ലറ അടച്ച് അത് സിമെന്റ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മുഴുവൻ ഇരുളാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെയും അടക്കി ആ കല്ലറ ഇരുളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടുന്ന പരിശുദ്ധാത്മാവ് കല്ലറയ്ക്കുള്ളിൽ ഇരുളിലേക്ക് പ്രകാശിച്ചപ്പോൾ എന്ത് ചെയ്തു? കല്ലറകൾ തുറന്നു. അകത്തുണ്ടായിരുന്നവൻ സാക്ഷാൽ ദൈവമായിരുന്നവൻ ലോകത്തിലുള്ള സകല വെളിച്ചങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വെളിച്ചമുള്ളവനായി യേശു കർത്താവ് കല്ലറ ഭേദിച്ച് പുറത്തു വന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങണം.
ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം വായിച്ചത് കാണാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 8-ാം അധ്യായം 11-ാം വാക്യം വായിക്കുകയാണ്. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കി കല്ലറയ്ക്കകത്ത് ഇരുളായിരുന്നു. അപ്പൊ ഇരുളിൽ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത് യേശുവിനെ ഉയർപ്പിച്ചതാണ് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. റോമലേഖനത്തിൽ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ വാക്യം വായിച്ചു നോക്കണം. റോമലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ആരാ യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത്? യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത് പിതാവ്. അപ്പൊ ആത്മാവ് പിതാവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പിതാവിന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, ആത്മാവ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന ഹല്ലേലൂയ തന്റെ എന്ന് പറയുന്ന പിതാവിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളുടെ മർത്തി ശരീരം, നിങ്ങളുടെ മരിച്ച ശരീരങ്ങളെ, നിർജീവമായ ശരീരങ്ങളെ, പ്രയോജനമില്ലാത്ത ശരീരങ്ങളെ, പ്രശ്നങ്ങളാൽ നിറയപ്പെട്ട ശരീരങ്ങളെ, പ്രതിസന്ധികളാൽ നിറയപ്പെട്ട ജീവിതത്തെ, അസമാധാനത്താൽ നിറയപ്പെട്ട ജീവിതത്തെ, ഈ ഭൂമി ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനെ വിവിധ മർത്തി ശരീരങ്ങളെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പിതാവിന്റെ ആത്മാവിനാൽ ഉയർപ്പിക്കുമെന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ഈ മർത്തി ശരീരങ്ങൾ, ഈ മരിച്ചു പോകുന്ന ശരീരത്തെ, ഈ ജീവനറ്റു പോകുന്ന, ജീവൻ ഇല്ലാതാകുന്ന ഈ ശരീരത്തെ വീണ്ടും ഉയർപ്പിക്കുക. അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ, നാം ഇന്ന് കടന്നു പോകുന്ന മേഖല ചിന്തിക്കണം. നിങ്ങൾ പലപ്പോഴും മരിച്ച ആളുകൾക്ക് തുല്യമാണ്. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു എന്ന് സർദീസിലെ സഭയോട് പറയുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 3 നിങ്ങൾക്ക് പലപ്പോഴും ജീവനുണ്ട് എന്ന് നിനക്ക് തോന്നിയാലും മറ്റുള്ളവർക്ക് തോന്നിയാലും നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു മരിച്ച അവസ്ഥയാണ്. നിന്റെ കുടുംബത്തിൽ നിന്നെ അംഗീകരിക്കത്തില്ല, നിന്റെ ഭാര്യ നിന്നെ അംഗീകരിക്കത്തില്ല, നിന്റെ ഭർത്താവ് നിന്നെ അംഗീകരിക്കത്തില്ല, നിന്റെ അപ്പനും അമ്മയും നിന്നെ അംഗീകരിക്കത്തില്ല, മരുമോളെ അമ്മായിയമ്മ അംഗീകരിക്കത്തില്ല, അമ്മായിമ്മയെ മരുമോളെ അംഗീകരിക്കത്തില്ല, സഹോദരന്മാർ തമ്മിൽ ബഹുമാനമില്ല, അംഗീകാരമില്ല, സഭയ്ക്കകത്ത് നിന്നെ അംഗീകരിക്കത്തില്ല. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നീ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി മരിച്ച ശരീരത്തിന് സമാനമായി എന്ന് പറയുന്നത് നിന്റെ ശരീരം മർത്തി ശരീരത്തിന് ആ അനുഭവത്തിലേക്ക് എത്തി. നീ ഇന്നും മരിച്ചവനെ പോലെയാണ് സഹോദര സഹോദരി. അതിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കുന്നു പറയുന്നത്. പ്രൈസ്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ഇരുട്ടുകൾ മുഴുവൻ മാറും. പ്രൈസ്. നമ്മുടെ ഹൃദയത്തിലെ ഇരുള് മാറിയേ തന്നെ നമുക്കൊരു സമാധാനമുണ്ട്. വിവിധ പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം മടുത്ത് നിരാശപ്പെട്ടു പോകുന്ന അനവധി ആളുകളുണ്ടല്ലോ. മനുഷ്യൻ എന്തുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നത്? കേരളത്തിൽ സ്ത്രീകളുടെ, കുട്ടികളുടെ, യുവതികളുടെ, യൗവനക്കാർ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് യുവനക്കാരികളാണ്. എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്? നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവനെ ഒടുക്കിക്കളയുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നിന്റെ ഉള്ളിലെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് മാത്രം. പക്ഷേ നിന്റെ ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നീ അനുഭവിച്ചതിനേക്കാൾ എത്രയോ കോടി മടങ്ങ് കഷ്ടതയാണ് നിന്റെ ആത്മഹത്യ കൊണ്ട് നീ നിത്യ നരകത്തിൽ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നീ ആത്മഹത്യ ചെയ്തത്? നിന്റെ ജീവിതം ഇരുളായി പോയത് കൊണ്ടാണ്. ഇരുളിന്റെ അനുഭവത്തിലേക്ക് നീ പോയത് കൊണ്ട് പല പ്രശ്നങ്ങളെയും നിനക്ക് അഭിമുഖീകരിക്കാൻ കഴിയാതെ, പല പ്രശ്നങ്ങളെയും നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സാത്താൻ ഇരുള് മൂടുന്നത് പോലെ നിന്റെ ജീവിതത്തെ ഇരുൾ കൊണ്ട് മൂടിയിട്ട് അവൻ പറഞ്ഞു, നീ പോയി മരിച്ചു. ഹല്ലേലൂയ. അവൻ നിന്റെ കയ്യിൽ വിഷക്കുപ്പി എടുത്തു തരും, അവൻ നിന്റെ ചരടെടുത്ത് തരും, കയറേ. അവൻ പറയും, നീ ഉടുത്തിരിക്കുന്ന സാരി അല്ലെങ്കിൽ നിന്റെ കൈലിത്തുമ്പേൽ നീ തൂങ്ങിക്കൊള്ളാൻ പറയും.
അവൻ പറയും, നീ പാലത്തിൽ നിന്ന് ആറ്റിലേക്കോ അല്ലെ പുഴയിലേക്കോ കായലിലേക്കോ ചാടിക്കോ, നീ കടലിലേക്ക് ചാടിക്കോ, നീ ട്രെയിനിന്റെ മുമ്പിൽ ചാടിക്കോ, നീ വാഹനത്തിന് മുമ്പിൽ ചാടിക്കോ, നീ മണ്ണെണ്ണയോ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു എന്ന് സാത്താൻ നിന്നോട് സംസാരിക്കും. പിശാച് നിന്നോട് സംസാരിക്കുമ്പോൾ ആ ആസക്തി നിന്റെ മേൽ വ്യാപരിക്കും. നീ വീണ്ടും ഇരുളിലേക്ക് പോകും. അവന്റെ വാക്ക് കേട്ട് പലരും എന്ത് ചെയ്യുന്നു? സ്വന്തം ജീവിതം തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വെള്ളത്തിന് പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ പരിവർത്തിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വരും. ഹല്ലേലൂയ. അപ്പം കല്ലറയ്ക്കുള്ളിൽ ഒതുക്കിയിരുന്ന, കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ ശ്രമിച്ച യേശുവിനെ, ഹല്ലേലൂയ, അവനെ കല്ലറയ്ക്കകത്ത് വെച്ച് പടയാളികൾ കാവൽ നിന്നെങ്കിലും മൂന്നാം നാൾ അതിശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് കല്ലറയ്ക്കുള്ളിലേക്ക് വന്ന് യേശുവിന് വേണ്ടി ആവസിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കല്ലറയ്ക്കകത്ത് പ്രകാശം വന്നു. കല്ലറയ്ക്കുൾ ഉണ്ടായിരുന്നവൻ സൂര്യനേക്കാൾ അതിമടങ്ങായി ശോഭിച്ചു. ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ആ യേശുവാണ് നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ വാസനമായി, ദൈവത്തിന്റെ കൂടാരമായി നിന്നെ തെരഞ്ഞെടുത്തിട്ട് ദൈവം പറയുകയാണ്, നിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ നിന്റെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന്. അപ്പൊ നമ്മുടെയൊക്കെ ഈ ശരീരം മരിച്ചു പോകുന്ന ശരീരമാണ്. ഈ ശരീരത്തിനകത്താണ് ഈ ദൈവത്തിന്റെ ആത്മാവ് വരേണ്ടത്. അപ്പൊ റോമാലേഖനമൊക്കെ 8:14 ശക്തമായിട്ട് നമ്മൾ പറയുക. അപ്പൊ സാധു സുന്ദർ സിംഗ് തന്റെ യൗവനകാലത്ത് ക്രിസ്തുവിനെ അറിയാതെ ഇരുളിന്റെ ആധിക്യത്തിൽ അകപ്പെട്ടിരുന്ന ആളെ സാധു സുന്ദർ സിംഗ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ കിട്ടുവാണെങ്കിൽ വായിക്കണം കേട്ടോ. എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സാധു സുന്ദർ സിംഗിനെ അവിടുത്തെ ലൈബ്രറി പുസ്തകം എടുത്ത് വായിച്ചതിന് ശേഷം പിന്നീട് ഞാൻ അങ്ങനത്തെ പുസ്തകം വാങ്ങിവെച്ചു. കാരണം എല്ലാ കാലത്തും വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ആ സാധു സുന്ദർ സിംഗിന്റെ ജീവിതം മുഴുവൻ ഇരുള് കൊണ്ട് നിറയതാണ്. യൗവനകാലം മുഴുവൻ ഇരുളിലായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് മോശമായി സംസാരിച്ചു, വേദപുസ്തകം കീറിക്കളഞ്ഞു. എന്നാൽ ഒരു ദിവസം പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിൽ സാധു സുന്ദർ സിംഗിന്മേൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പരിവർത്തനം മഹത്തായ ഒരു മാറ്റത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഞാനും അങ്ങനെയൊക്കെയായിരുന്നു. സുവിശേഷം എനിക്കറിയാം, ഞാനൊരു ക്രിസ്ത്യാനിയാ, അല്ലെങ്കിൽ ഞാൻ പള്ളിക്കാരനാന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എന്റെ ഭവനത്തിന് ചുറ്റുമുള്ള പെന്തക്കോസുകാരെ മുഴുവൻ ചീത്ത വിളിക്കും, ഉപദേശിമാരെ ചീത്ത വിളിക്കും, ദൈവമക്കളെ കളിയാക്കും, പരിഹസിക്കും. അവർ പറയുന്ന പ്രാർത്ഥനയ്ക്കെതിരെ ശബ്ദകോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ കറുത്ത പുസ്തകം എന്നൊക്കെ പറഞ്ഞൊരു പുച്ഛമായിരുന്നു. എന്നാൽ ആമി സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിന്റെ ഇരുള് പോലെ എന്റെ ജീവിതത്തിൽ ഇരുള് വ്യാപിച്ചപ്പോൾ എനിക്കും എല്ലാം അങ്ങനെയൊക്കെ തോന്നി. എന്നാൽ ഒരിക്കൽ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഈ മർത്യ ശരീരത്തെ ആ ഇരുളിൽ നിന്ന് ദൈവം പുറത്തെടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് നീ ഇരുളിൽ കിടക്കുക. ഇന്ന് നീ ഇരുട്ടിനകത്താണ് കിടക്കുന്നത്. നീ ഇരുളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. നിനക്ക് ജീവൻ എന്നുണ്ട്, പേരുണ്ടെന്നേ ഉള്ളതേ ഉള്ളൂ, നമ്മൾ മുമ്പേ പറഞ്ഞു പോലെ. പക്ഷെ ഇന്ന് നീ മരിച്ചവനാണ്. നീ പാപത്തിൽ മരിച്ചവനാണ്. നിന്റെ ജീവിതം മുഴുവൻ പാപമാണ്. ദൈവമായി നിനക്ക് ബന്ധമില്ല, ദൈവമായിട്ട് നിനക്ക് സമ്പർക്കമില്ല, ദൈവമായി നിനക്ക് സംസർഗമില്ല, ദൈവമായിട്ട് നിനക്ക് കൂട്ടായ്മയില്ല. ഹല്ലേലൂയ. പാപമാകുന്ന ഇരുളിൽ നീ എത്രയോ ദിവസങ്ങളായി വീണ് കിടക്കുന്നത്. ഇന്ന് നീ മരണം ആഗ്രഹിച്ചുകൊണ്ട് മരണം മതി എന്ന് പറഞ്ഞിരിക്കുകയല്ലേ സഹോദരി? ഹല്ലേലൂയ. ഒരിക്കൽ പോലും എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവമല്ലേ? അതിൽ നീ പുറത്തു വരണം. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന കൂട്ടുകാരാന്നറിയോ? സ്ത്രീകളാണ്. തെറ്റിദ്ധരിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സുവിശേഷകരായതുകൊണ്ട് പല വീട്ടിലും ചെല്ലും, പല സഹോദരിമാരും പറയുന്നത്, എന്റെ പാസ്റ്റർ വിവാഹം കഴിഞ്ഞ നാളെ തൊട്ട് ഇന്ന് വരെ എന്നും പ്രശ്നമാണ്, ഒരിക്കൽ പോലും സന്തോഷിപ്പാൻ കഴിയും, എന്തെടുത്താലും പ്രശ്നം, എന്ത് തൊട്ടാലും പ്രശ്നമാണ്, വീട്ടിൽ ആഹാരം ഉണ്ടാക്കി കൊടുത്താലും പ്രശ്നമാണ്, രാവുകളില്ലാതെ വീട്ടിൽ കിടന്ന് പണിയെടുത്താലും പ്രശ്നമാണ്, തല്ലും മർദ്ദനവും ഉപദ്രവവും മാത്രമാണ്. ഹല്ലേലൂയ. എന്താണ്? ഇരുള് വ്യാപിച്ചു കിടക്കുക നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ഇരുള് വ്യാപിച്ചു കിടക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ മർദ്ദനമുறை അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് സ്ത്രീകൾ. ഹല്ലേലൂയ. പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് കൽപ്പിക്കുന്ന പോലെയല്ലേ അങ്ങ് നടക്കണം. വീട്ടിലെ സ്ത്രീകൾ എന്തോ റോബോട്ടാണ് അവർ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഉള്ളിലെ ഇരുളാണ് നിന്റെ ഭാര്യയെ നീ റോബോട്ടിനെ പോലെ കാണുന്നത്. എൻ്റെ ഒരു നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിലെ അലക്കു മെഷീനായിട്ട് വാഷിംഗ് മെഷീനായിട്ട് കാണരുത്. നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിലെ വേലക്കാരിയായി കാണരുത്. നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിനകത്തെ മുന്തിരി തൈ പോലെ കാണണം. പ്രൈസ്. വലിയ ബുദ്ധിമുട്ടല്ലേ എൻ്റെ. നീ പലപ്പോഴും നിന്റെ ഭാര്യയെ വീട് അടിച്ചുമാരി തൂത്തുമാരി വൃത്തിയാക്കി നിന്റെ തുണി കഴുകി അത് തേച്ചു മടക്കി ഉടിപ്പിച്ച് നിനക്ക് സോപ്പിട്ടത് പൗഡർ ഇട്ടതെന്ന് പെർഫ്യൂമൊക്കെ പൂശി തന്ന് അല്ലേരിയ നിന്റെ കാലി ചെരുപ്പൊക്കെ ഇട്ട് ഷൂസൊക്കെ എണീച്ച് നിന്റെ തലമുടിയൊക്കെ ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ള ഉടുപ്പൊക്കെ എടുത്ത് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്റെ ഇഷ്ടത്തിന് തുള്ളുന്ന എന്തോ റോബോട്ട് പോലെ നീ നിന്റെ ഭാര്യയ്ക്ക് വില കൊടുത്തിരിക്കുന്നത്. ആ ഭാര്യമാരൊക്കെ എത്രമാത്രം ദുരിതത്തിൽ കണ്ണില്ല കിടക്കുന്നറിയോ? നീ സന്തോഷത്തോടെ സംസാരിക്കാറുണ്ടോ? സമാധാനം സംസാരിക്കുന്നുണ്ടോ? സ്നേഹത്തോടൊരു വാക്ക് വിളിക്കാറുണ്ടോ? നീ ജോലി കഴിഞ്ഞ് കടന്നു വരുമ്പോഴും നിന്നോട് എന്തെങ്കിലും നീ ആക്രോശത്തോടുകൂടി സംസാരിക്കുകയല്ലേ? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞാൽ വീണ്ടും ഭാര്യയുടെ മേൽ കൈവെക്കുകയല്ലേ? സഹോദര, എന്താ നിന്റെ ജീവിതം ഇരുള് കൊണ്ട് മൂടിയിരിക്കുക? ഇരുള് നിന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നിനക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ ഒലിവ് തൈകൾ പോലെ എന്ന് പറയുന്നത് സങ്കീർത്തനം 128 വായിക്കുക. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് മുന്തിരിവള്ളിയും നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെയാണ്. അപ്പൊ നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ മുന്തിരിവള്ളി. മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ അവൻ രുചി പകരുന്നവരാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. ഞാൻ വേദപുസ്തകം പറയുന്നുള്ളൂ അല്ലാതെ ഈ പുള്ളി എന്തെങ്കിലും വിളിച്ചു. നീ വേദപുസ്തകം വായിച്ചാൽ മതി. 128 സംഗീതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഇരുളുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ സഹോദരിമാരും പറയട്ടെ, നിന്റെ ഭർത്താവിനെ നിനക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത, ആദരിക്കാൻ കഴിയാത്ത, വേണ്ടെന്ന് വില കൊടുക്കാൻ കഴിയാതെ വരുന്നതും നിന്റെയും ശരീരം മർത്യ ശരീരമാണ്, മരിച്ച ശരീരമാണ്. ഈ മർത്യ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിനക്ക് ജീവനുണ്ടാവും. ജീവനുണ്ടായി കഴിയുമ്പോൾ നിന്റെ കഴിഞ്ഞകാല ജീവിത സ്വഭാവങ്ങളെ എല്ലാം മാറും. സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ മാറ്റം വന്നതുപോലെ, അതുപോലെ തന്നെ അനുഭൂതി ഞങ്ങളെ പോലുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം തരാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു അപ്പം പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ ശക്തമായി തരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ ശക്തമായിട്ട് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. പലർക്കും പരിശുദ്ധാത്മാവ് വിശ്വാസമില്ല. ഈ പെന്തക്കോസ് എന്ന് പറയുന്നില്ലെങ്കിൽ വേർപെട്ട കൂട്ടം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കാത്തലിക് സമുദായമല്ലാത്ത, ഓർത്തഡോക്സ് വിഭാഗമല്ലാത്ത, യാക്കോബ ഓർത്തഡോക്സ് ആ കൂട്ടരുണ്ട്. ആ കൂട്ടരും കത്തോലിക്ക വിഭാഗമല്ലാത്ത ഒരുപാട് ആളുകൾ ഈ കറുത്ത പുസ്തകം പിടിച്ച് നടക്കുന്നത്, ഈ സത്യവേദ പുസ്തകം ഞങ്ങൾ പിടിക്കുന്ന പുസ്തകം അതുകൊണ്ട് നടക്കുന്നില്ല പറഞ്ഞത്. ഞങ്ങളെല്ലാം അങ്ങ് പരിശുദ്ധാത്മാവിലാന്നാ പറയുന്നത്. നിങ്ങൾ പിടിക്കുന്ന പുസ്തകമല്ലേ, നിങ്ങൾ വായിക്കുന്ന പുസ്തകം, നിങ്ങൾ പ്രസംഗിക്കുന്ന പുസ്തകം ഞങ്ങൾ വായിക്കുന്ന പറഞ്ഞ് നടക്കുന്ന ഒരുപാട് വേർപാടുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് എന്തോ വേർപെട്ടവരുണ്ട്. അല്ലേരിയ എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നില്ലാത്തടത്തോളം കാലം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. നീ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നില്ല. നിങ്ങളിൽ പലരും പിതാവിനെയും പുത്രനും പരിശുദ്ധം അംഗീകരിക്കും. നിങ്ങൾ ഈ പുസ്തകത്തെ കൊണ്ട് നടക്കുക. പുസ്തകം കൊണ്ട് നടന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വരത്തില്ല. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവ് ഈ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്, കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്, അല്ലേലൂയ, സ്തോത്രം, ഈശോ എന്റെ മർത്തി ശരീരത്തിലേക്ക് പോന്ന ജനിക്ക് മുമ്പേ കടന്നുപോയി വിശുദ്ധന്മാരുടെ മർത്തി ശരീരത്തിൽ കടന്നുപോയി പ്രവർത്തിച്ച് അവരെ വിശുദ്ധന്മാരായി, അവരെ വെളിച്ചമുള്ളവരാക്കി മാറ്റിയ ആ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിലൊന്ന് പകരണമെന്ന് പറയുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ദൈവം നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവിനെ പകരം നിന്റെ ജീവിതത്തിൽ ഇരുളുമാറും. ഇല്ല, നിന്റെ കുടുംബം എന്നും അല്ലെങ്കിൽ കരിതിരി പോലെ പുകഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ കുടുംബങ്ങളും കരിതിരി പോലെയാണ്. അല്ലേരിയ ഇവിടെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അതരങ്ങളിൽ നിന്നും അല്ലേരിയ പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ അതരങ്ങളിൽ നിന്നും ജനിച്ച അല്ലേരിയ ആദ്യത്തെ വചനം. പ്രൈസ് ലോർഡ്. അല്ലേരിയ അങ്ങനെയൊക്കെ ചിന്തിക്കാം. ദൈവത്തിന്റെ അതരിൽ നിന്ന് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴി ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആദരത്തിൽ നിന്ന് ആദ്യമായി പുറപ്പെടുവിച്ച വചനമാണ് വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്നാകുന്നു. ഒരു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ പ്രകാശിച്ചു. ഉൽപ്പത്തി പുസ്തകം 3. അത് ഇന്ന് പകൽ
യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ കൊടുക്കുമ്പോൾ, നീ ഇന്നത്തിനും സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, വചനം നീ അംഗീകരിക്കുമ്പോൾ, കർത്താവിനെ നീ വിശ്വസിക്കുമ്പോൾ, നിനക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തി സ്വർഗാരോപണം ചെയ്തു, ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ എന്റെ ഈ മർത്ത ശരീരത്തെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ ദൈവം തരുമെന്ന് നീ വിശ്വസിക്കുമ്പോൾ കർത്താവ് നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവിനെ പകരും. ഹല്ലേലൂയ. അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് സംസാരിച്ചപ്പോൾ മുമ്പ് ഇരുളും അന്ധകാരവും മാത്രമായി കിടന്നിരുന്ന ആ സ്ഥലത്തിന്റെ വെളിച്ചമുണ്ടായി. മുമ്പ് ഇരുളും അന്ധകാരവുമായി നാഴവും ഇരുളുമായിരുന്നു. പക്ഷെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുളുമാണ് വെളിച്ചം പ്രകാശിച്ചതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറി നീ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ ദൈവവചനം നിന്റെ ഹൃദയത്തിലും പരിവർത്തിക്കുന്ന ആ വെളിച്ചം നിന്റെ ഹൃദയത്തിൽ വ്യാപിക്കുന്നെങ്കിൽ, ആ ദൈവശബ്ദം നീ കേൾക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഇരുള് മുഴുവൻ ദൈവം മാറ്റിത്തരും. അതുകൊണ്ട് നീ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ഭവനമാണ്, മന്ദിരമാണ്, ദൈവത്തിന്റെ വാസസ്ഥലമാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കൂടാരമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നിന്റെ മർത്യ ശരീരത്തിൽ, ഈ മരിച്ച ശരീരത്തിൽ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവനില്ലാത്ത ഈ ശരീരത്തിനകത്ത് ആത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ മർത്യ ശരീരങ്ങളിൽ ജീവിപ്പിക്കുമെന്ന് അതാണ് പൗലോസ് റോമൻ സഭയോട് പറഞ്ഞത്. 8-11 വാക്യം നമ്മൾ വായിച്ചല്ലോ. അത് ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ജീവിതത്തിന്റെ സ്ഥിതി എന്താണ്? ഇരുളല്ലേ സഹോദര സഹോദരന്റെ ജീവിതം? കുടുംബം മുഴുവൻ ഇരുളല്ലേ? തലമുറയുടെ ഇരുളിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? മദ്യവും മയക്കുമരുന്നും പാൻമസാലകളും ലഹരി പദാർത്ഥങ്ങളും ചൂടാട്ടങ്ങളും ജടികമായ ജീവിതങ്ങളും ദൈവികതമല്ലാത്ത ദൈവം വെറുക്കുന്ന പാപങ്ങൾ മുഴുവൻ നിന്റെയും നിന്റെ കുടുംബത്തിനകത്തും വ്യാപരിക്കുന്നത് എന്തുകൊണ്ടാ? സാത്താനിന്റെ ഉള്ളിൽ ഇരുള് വീശിരിക്കുക. സാത്താന്റെ അനുയായിയായി, സാത്താന്റെ പിൻഗാമിയായി നീ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ നിന്റെ ജീവിതമാകെ ഇരുള് മൂടി. ഹല്ലേലൂയ. ആ ഇരുളിൽ നിന്ന് പുറത്തെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുക. ആ ഇരുളിൽ നിന്നാണ് ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. വിശ്വാസത്തോടെ നീ പറയണം, കർത്താവേ, ആ വെളിച്ചമെന്റെ ഹൃദയത്തിന് പകരണമേ, എന്റെ മരണ ശരീരത്തെ ജീവിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. അപ്പോൾ ഇബ്രാഹിം ലേഖനം 11:1 പറയുന്ന പോലെ വിശ്വാസം എന്നത് വാശിക്കുന്നതിന് ഉറപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം നിന്റെ ഉള്ളിലേക്ക് ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ആത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിന്റെ ഇരുളും മാറി പോയതുപോലെ നിന്റെ ജീവിതത്തിന്റെ ഇരുൾ മാറി നീ പ്രകാശിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 4:6 രേഖപ്പെടുത്തുന്നു. സൃഷ്ടിയുടെ നാളിൽ ആകാശമണ്ഡലത്തിൽ നിന്നും വെളിച്ചം പ്രകാശിച്ചു, സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വെളിച്ചം വന്നു. എന്നാൽ ഈ ക്രിസ്തുവിന്റെ മഹത്തായ വെളിച്ചത്തെ, ഹല്ലേലൂയ, സൂര്യനും ചന്ദ്രനും പ്രകാശം തരുന്നു, പക്ഷെ നിന്റെ ആത്മാവിലേക്ക് വരത്തില്ല. എന്നാൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ച വചനം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിൽ വന്ന് പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ഇരുളിൽ നിന്ന് പുറത്തു വരണം. നിന്റെ കുടുംബം മുഴുവൻ ഇരുളില്ല, ജീവിതം മുഴുവൻ ഇരുളില്ല. അതിൽ നിന്നെ പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയോ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതേ വെള്ളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആത്മാവ് ഇന്നും നിന്റെ മേൽ പരിവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ നിന്നെ തന്നെ ഒരുക്കി കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതം നടക്കും. നിന്റെ കുടുംബത്തിന് ഇരുട്ട് മാറി. എന്നും നീ തകർന്നു പോയുള്ളൂ, നീ ഉടഞ്ഞു പോയുള്ളൂ, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, ഗതി പിടിക്കത്തില്ല. നീ നിന്റെ കുടുംബം തകരുകയുള്ളൂ. നിന്റെ തകർച്ച കാണാൻ നോക്കി നിന്നവരുടെ നടുവിലെ ദൈവം നിന്നെ വെളിച്ചമാക്കി മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രാമൻ പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ച് കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിനോട് പറ, ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമെന്ന്. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ജീവിതത്തിലേറെ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ തകരാതെ വണ്ണം കർത്താവ് ഇരുളിന്റെ അനുഭവത്തിൽ കിടക്കുന്ന സകല കുടുംബങ്ങൾ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിലും നിരാലും വൃത്തിനും അശന്നമായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് യാചകരെ തടവറയിൽ കിടക്കുന്ന സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ, മദ്യത്തിനും മയക്കും ലഹരിക്കും അടിയപ്പെട്ട് കുടുംബകലങ്ങൾ, ആര്യവർത്ത ജീവിത പ്രശ്നങ്ങൾ,
തലമുറയെ കൊണ്ട് കർത്താവ് വിവിധ നിലകളിലാണ് കർത്താവ് ജീവിതത്തിൽ എല്ലാ ഭാഗത്തും അനുഭവിക്കുന്ന ഇരുളിന്റെ അനുഭവങ്ങൾ മാറി മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ജനത്തിനെ കൊടുക്കണമേ. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാരടക്കം എല്ലാ ന്യായാധിപന്മാർ നീതിമാന്മാരടക്കം കർത്താവ് ഞങ്ങൾ ദൈവരങ്ങൾ ലഭിക്കുന്നു. എല്ലാ മത നേതാക്കന്മാരുടെ ഉള്ളിലും എല്ലാ കർത്താവ് സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റ് എഞ്ചിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പേരും കർത്താവ് അവരുടെ ഉള്ളിലെ ഇരുള് മാറി അവർക്ക് വെളിച്ചത്തിലേക്ക് വന്ന് കർത്താവിന്റെ സ്വാമി പ്രകാശത്തെ ശോഭിപ്പാട്ടയാകണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.